ഈശോയിൽ പ്രിയ ബഹുമാനപ്പെട്ട വികാരിയച്ഛ, പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഈശോ ഇന്നത്തെ സുവിശേഷത്തിൽ അന്ധനായ യാചകനോട് പറയുന്ന ഈ ചോദ്യമാണ് ഇന്നത്തെ സുവിശേഷ വിചിന്തനത്തിനായി ഞാൻ തിരഞ്ഞെടുക്കുന്നത്. കഴിഞ്ഞ 14 വർഷത്തെ എൻ്റെ വൈദിക പരിശീലന ഘട്ടത്തിൽ ഇത്രത്തോളം എന്നെ സ്പർശിച്ച വേറൊരു ബൈബിൾ വാക്യം ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് അടുത്ത വർഷം എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ ആപ്തവാക്യമായി ഈശോയുടെ ഈ ചോദ്യം ഞാൻ തിരഞ്ഞെടുക്കാനായിട്ട് ആഗ്രഹിക്കുക. ഇനി നമുക്ക് ഈ ബൈബിൾ വചനത്തെ കൂടുതൽ അടുത്തറിയാനായിട്ട് പരിശ്രമിക്കാം. ഈശോ ഇവിടെ ചോദിക്കുന്ന ചോദ്യം, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഈശോയ്ക്ക് അറിയാം എന്താണ് ഒരു അന്ധനായ ഒരു യാചകന് ആവശ്യമുള്ള കാര്യം. തീർച്ചയായിട്ടും കാഴ്ചയാണ്. പിന്നെയും എന്തുകൊണ്ടാണ് ഈശോ ഈ ചോദ്യം ചോദിക്കുന്നത്? ഞാൻ ഒരുപാട് തവണ ആലോചിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഈ ചോദ്യത്തിന് ശേഷം ഈ സുവിശേഷ ഭാഗം തല കീഴായി മറിയുകയാണ്. അതായത് ഈ ചോദ്യം ചോദിക്കുന്നത് വരെ ഈ സുവിശേഷത്തിന്റെ കേന്ദ്ര ബിന്ദുവായിരുന്ന ഈശോ സ്വയം താഴ്ന്ന് മെല്ലെ പിറകോട്ട് വരികയാണ്. ഈ ചോദ്യത്തിന് ശേഷം അന്ധനും അവന്റെ ആവശ്യങ്ങളും സുവിശേഷത്തിന്റെ മധ്യഭാഗത്തേക്ക് കടന്നു വരികയാണ്. ഇനി നമുക്ക് ഈ സുവിശേഷ ഭാഗം നമ്മുടെ അനുദിന ജീവിതത്തിൽ എത്രത്തോളം പ്രായോഗികമാണ് എന്ന കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കാം. നമ്മൾ ഒരുപക്ഷെ ഒരു വഴിയാത്രകനെ കാണുന്നു, അല്ലെങ്കിൽ ഒരു സഹായകൻ നമ്മുടെ വീട്ടിലേക്ക് സഹായം അപേക്ഷിച്ചു വരുന്നു. നമ്മൾ എന്താണ് സ്വാഭാവികമായിട്ടും ചെയ്യുക? ഒരു 100 രൂപ എടുത്തു കൊടുക്കും, അല്ലെങ്കിൽ ഒരു 1000 രൂപ എടുത്തു കൊടുക്കും, ഓക്കെ എന്ന് പറയും. നമ്മളിൽ എത്ര പേര് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാറുണ്ട്? എന്താണ് നിന്റെ ആവശ്യം? എന്താണ് ഞാൻ നിനക്ക് ചെയ്തു തരേണ്ടത്? വളരെ ചുരുക്കമായിരിക്കും അങ്ങനെ ആരെങ്കിലുമൊക്കെ ചോദിക്കുക. പ്രിയമുള്ളവരെ, ഇന്നത്തെ കാലഘട്ടത്തിൽ ആരെങ്കിലുമൊക്കെ ഒരു സഹായം ചെയ്ത് അത് ഇൻസ്റ്റാഗ്രാമിലിട്ട് റീൽസ് ആക്കി ഒരുപാട് കമന്റ്സും ലൈക്സ് ഒക്കെ മേടിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവിടെയാണ് ഈശോ ചോദിച്ച ഈ ചോദ്യം, എന്താണ് ഞാൻ നിനക്ക് ചെയ്തു തരേണ്ടത്? ആ ചോദ്യത്തിന്റെ കാലിക പ്രസക്തി ഏറുന്നത്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചെയ്തികൾ ഈശോയുടെ ചെയ്തികൾക്ക് സമാനമാവുകയാണ് ചെയ്യുന്നത്. ഇനി രണ്ടാമതായിട്ട് ഞാൻ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് കൂടെ ഈ സുവിശേഷത്തെ ഭാഗത്തിന്റെ അല്ലെങ്കിൽ ഈ വചനത്തിന്റെ ശക്തി എന്താണ് എന്നുള്ളതാണ്. എന്താണ് ഈ വചനത്തിന്റെ പരിണിത ഫലം? പക്ഷേ ഒരു വീട്ടില് ഭർത്താവ് ഭാര്യയോട് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഒരു ഭാര്യയും ആ ഭർത്താവിനോട് പറയില്ല, എന്നെ അടിച്ചോളൂ, അല്ലെങ്കിൽ എന്നോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു. പ്രിയമുള്ളവരെ, പരിണിത ഫലം എന്നുള്ളത് ആ കുടുംബത്തിൽ സമാധാനമായിട്ടുള്ള ഒരു അന്തരീക്ഷം പുലരുകയാണ്. ഞാൻ ജർമ്മനിയിൽ ഇപ്പോൾ 6 മാസമായിട്ട് ഓബർമാഖ്താൽ, ആ സ്ഥലത്തിന്റെ പേര് പ്രധാനമല്ല, ഒരു ഗ്രാമപ്രദേശത്താണ് ഡീക്കൻ മിനിസ്റ്റർ ചെയ്യുന്നത്. ഒരു വളരെ ഗ്രാമപ്രദേശമാണ്, നല്ല പച്ചപ്പുള്ള ഈ ഡാന്യൂബ് നദി എന്നൊക്കെ നിങ്ങൾ ഒരു പക്ഷേ പണ്ട് സ്കൂളിൽ സോഷ്യൽ സയൻസ് പഠിക്കുമ്പോൾ കേട്ടിട്ടുണ്ടാവാം. ആ ഡാന്യൂബ് നദിയുടെ തീരത്താണ് ഞാൻ താമസിക്കുന്നത്. അവിടെ 2000 ആൾക്കാരുണ്ട്. ജർമ്മനിയിൽ കുടുംബങ്ങളുടെ പേരെണ്ണാറില്ല, ഒരു ഇടവകയിലെ ആളുകളുടെ എണ്ണമാണ്. അപ്പോൾ 2000 പേരുണ്ട്. അവരൊക്കെ വളരെ സൗഹൃദമാണ്, വളരെ ഫ്രണ്ട്ലി ആണ്. പക്ഷെ ഞാൻ അവിടെ കാണുന്നൊരു കാര്യം, അവിടെ താമസിക്കുന്ന ഈ ഒരു ചേച്ചിമാരിൽ കൂടുതൽ എനിക്ക് അറിയാവുന്നവരിൽ ഒരു 50-60 വയസ്സിന് ഇടയിലുള്ളവര് ഭർത്താവുമായി വിവാഹബന്ധം വേർപിരിഞ്ഞ് ജീവിക്കുന്നവരാണ്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് അവിടെ ഇങ്ങനെ ഒരു തകർച്ചയിലേക്ക് പോകുന്നത്? അവിടെ ഒരിക്കലും അവർ തമ്മിൽ പരസ്പരം ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാറില്ല. എന്താണ് നിന്റെ ആവശ്യം? എന്താണ് ഞാൻ നിനക്ക് ചെയ്തു തരേണ്ടത്? മറിച്ച് അവരെല്ലാം അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ വളരെ നാനാജാതി മതസ്ഥരുടെ ഇടയിൽ ജീവിക്കുന്നവരാണ്. അപ്പൊ ഒരു ക്രിസ്തു മത സഹോദരൻ ഒരു ഇസ്ലാം മത സഹോദരനോട് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ അവിടെ ഒരു സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യം വളർന്നു കഴിഞ്ഞു. അല്ലെങ്കിൽ ഇപ്പോൾ വളരെയേറെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരുപക്ഷെ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് ചോദിക്കുകയാണെങ്കിൽ അവിടെ
അവിടെയും സമാധാനങ്ങൾ, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സമാധാനങ്ങൾ പുലരുകയാണ്. പ്രിയമുള്ളവരെ, കണ്ണു തുറന്ന് നോക്കൂ, നിങ്ങൾ ചെവി തുറന്ന് കേൾക്കുക. എത്രത്തോളം അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവവചന ഭാഗമാണ് ഇന്നത്തേത്. ഈ വചനം സൃഷ്ടിച്ച ഈ അത്ഭുത വിസ്ഫോടനത്തിന്റെ മുൻപിൽ പലപ്പോഴും ഞാൻ അത്ഭുത സ്തബ്ധനായി നിന്ന് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ കൂടുതൽ ഈ വചനത്തെ അടുത്തറിയാനായിട്ടും വിചിന്തനം ചെയ്യാനായിട്ടും അതിലെല്ലാം ഉപരി ഈ വചനം എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ടുമാണ് ഞാൻ ഈ ദൈവവചന ഭാഗം അടുത്ത വർഷം എൻ്റെ പൗരോഹിത്യ ജീവിതത്തിന്റെ ആപ്തവാക്യമായിട്ട് തിരഞ്ഞെടുക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാം, യൂറോപ്പിൽ ഒരുപാട് മതവിശ്വാസം കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കറിയാം, നിങ്ങളുടെയൊക്കെ ഒരുപാട് മക്കളുണ്ടാവാം ജർമ്മനിയിൽ, അല്ലെങ്കിൽ യൂറോപ്പിൽ, അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കാരുണ്ടാവാം. എന്തുകൊണ്ടാണ് അവിടെ മതവിശ്വാസം കുറഞ്ഞു വരുന്നത്? പല കാരണങ്ങളുണ്ടാവും. അവർ പള്ളി പോകാറില്ല, അങ്ങനെ പല 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 കാരണങ്ങളുണ്ട്. പക്ഷെ അതിലുപരി അവർ വിശ്വാസം കുറഞ്ഞു വരുമ്പോൾ തന്നെ ധാർമ്മികതയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നവരാണ്. മനുഷ്യരും തമ്മിലുള്ള ബന്ധം അവര് വളരെ ഊട്ടിയുറപ്പിക്കലാണ്. അതിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നവരാണ് യൂറോപ്യക്കാർ. അതിന് കാരണം അവിടെ വിത്തുപാകിയ തത്വശാസ്ത്രമാണ്. ഉദാഹരണത്തിന് മാർട്ടിൻ ബൂബറും ഇമ്മാനുവൽ ലെവിനാസ് എന്നൊക്കെ പറഞ്ഞ് 20-ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ തത്വശാസ്ത്രജ്ഞന്മാർ അവിടെ ആ സംസ്കാരത്തെ രൂപപ്പെടുത്തിയത് കൊണ്ടാണ് അവർ ഈ മനുഷ്യർ തമ്മിലുള്ള സഹോദര്യത്തിനും ഐക്യത്തിനും വളരെയേറെ പ്രാധാന്യം കൽപ്പിക്കുന്നത്. അവരുടെയൊക്കെ ചിന്തകളെ ക്രോഡീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു നിഗമനത്തിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും. അവരിലാണ് ദൈവത്തെ നാം ദർശിക്കേണ്ടത്, അവരിലാണ് ദൈവത്തെ നാം കണ്ടെത്തേണ്ടത്. പ്രിയമുള്ളവരെ, അങ്ങനെ അവരിൽ കണ്ടെത്തുമ്പോഴാണ്, അവരിൽ ദൈവത്തെ കണ്ടെത്തുമ്പോഴാണ് നമുക്കിങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനായിട്ട് സാധിക്കുക. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. നമുക്കൊരു നിമിഷം ശാന്തതയിലോട്ട് വരാം. കർത്താവായ ഈശോ നമ്മുടെ തൊട്ടു മുന്നിൽ ഇരിക്കുന്നതായിട്ട് നമുക്ക് സങ്കല്പിക്കാം. ഈശോ തൊട്ടു മുന്നിൽ ഇരിക്കുകയാണ്. ഈശോ നമ്മളോട് ചോദിക്കുകയാണ്, മകനെ മകളെ, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഈ ഒരു നിമിഷം നമുക്ക് ഈശോയോട് നമ്മുടെ ജീവിതത്തിൽ എത്രയും പെട്ടെന്ന് സബലീകരിക്കേണ്ട ഒരു നിയോഗം മനസ്സിൽ ഈശോയോട് പറയാം. ഈ നിയോഗങ്ങളെ നമുക്ക് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ ദിവ്യ ബലിയിൽ തുടർന്ന് പങ്കുകൊള്ളാം. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.